ആ സുരേഷേട്ടാ ഹായ്. എന്റെ റാണി പണി തന്നു. ഇന്നലെ വണ്ടി പണിയിട്ട് പോയത്, പിന്നെ എന്താ പറ്റിയത്? ചേട്ടാ നമ്മളെ പണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോ ഗിർ ഗിർ എന്നല്ലായിരുന്ന ശബ്ദം. ആ ഇപ്പൊ അത് മാറി, ഇപ്പൊ ടിം ടിം എന്നാ. പിന്നെ ചേട്ടാ നമ്മൾ ഈ ഒറ്റയ്ക്കാണെന്നുള്ള ഫീലിംഗ് ഒന്നും എനിക്കിപ്പോ ഇല്ല. കാരണം വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കൂടെ യേശുദാസിന്റെ ഗാനമേളയുടെ ഓർക്കസ്ട്ര ഉണ്ടല്ലോ, അങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കും ഓരോ സൗണ്ട്. പിന്നെ ചേട്ടാ നമ്മൾ ഹാൻഡിൽ ലോക്ക് ഇടുമ്പോഴേ ഇടാൻ ഒരു പാടുമില്ല, പിന്നെ ഇട്ട് കഴിഞ്ഞ ഹാൻഡിൽ ലോക്ക് മാറേ ഇല്ല. നമ്മൾ ഈ കാമുകന്മാരടുത്തൊക്കെ സംസാരിക്കുന്ന പോലെ മോനെ പൊന്നേ എന്നൊക്കെ പറയുമ്പോ പതുക്കെ 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 ലോക്ക് അങ്ങ് മാറിയത്. പിന്നെ ചേട്ടാ എനിക്കിപ്പം പഴയതുപോലെ ഒരു സ്ഥലത്തും കറക്റ്റ് സമയത്തിന് എത്താൻ പറ്റത്തില്ല. കാരണം ഞാൻ ഇവിടെ ബ്രേക്ക് ചവർത്തിയ ബ്രേക്ക് തീരുമാനിക്കും ഏത് ജംഗ്ഷനിൽ ഏത് സമയത്ത് നിർത്തണമെന്ന്. പിന്നെ ചേട്ടാ നമ്മളെ ഡിക്കി പറയാതിരിക്കാൻ വയ്യ. നമ്മൾ സുഹൃത്തുക്കൾക്കും ആൾക്കാർക്കൊക്കെ നമ്മൾ പൈസ കടം കൊടുക്കൂലേ, അതേപോലെയാണ്. വാങ്ങും പക്ഷെ തിരിച്ചു തരത്തില്ല. ഇതിലെന്ത് പോകുന്നോ തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. ഇത്ര കംപ്ലൈന്റ് ഉള്ളൂ ചേട്ടാ. ഈ നിസ്സാര കംപ്ലൈന്റിനാണ് എന്റെ കെട്ടിയവൻ പറയണത് ഈ പാട്ട് വണ്ടി കൊടുത്തിട്ട് പുതിയത് വാങ്ങാൻ. ചേട്ടൻ പറ ഇതിനെ കൊടുക്കാൻ എനിക്ക് തോന്നുന്നു. എന്റെ പൊന്ന് കൊച്ചേ, എനിക്ക് നിന്റെ വണ്ടിയും വേണ്ട നിന്റെ പണിയും വേണ്ട, ഒന്ന് എടുത്തോണ്ട് പോവാൻ പറ്റുമോ?